7. ശ്രീല പ്രഭുപാദരെ മാസങ്ങളോളം ഉത്കണ്ഠാകുലനാക്കിയ ഏറ്റവും സുപ്രധാനമായ യുദ്ധം എന്നത് ഭക്തന്മാരെ ക്ഷേത്രത്തിൽ നിലനിർത്താനായി എന്തോ മനോനിയന്ത്രണ തന്ത്രങ്ങൾ പ്രയോഗിക്കുന്നതായി ക്ഷേത്രാധ്യക്ഷനായ ആദികേശവ സ്വാമിയുടെ മേൽ കുറ്റം ചുമത്തിക്കൊണ്ട് ന്യൂയോർക്കിൽ നടന്നുവന്ന ഒരു നിയമ വ്യവഹാരമായിരുന്നു. 2 യുവഭക്തന്മാരുടെ മാതാപിതാക്കൾ വാടകയ്ക്കെടുത്ത വിധ്വംസകരെ ഉപയോഗിച്ച് കൃഷ്ണാവബോധത്തിലുള്ള അവരുടെ ഉറച്ച താല്പര്യം തകർക്കാൻ കഴിയാതെ വന്നപ്പോൾ ഈ കുറ്റാരോപണവുമായി കോടതിയെ സമീപിക്കുകയാണ് ഉണ്ടായത്. ഒരു ആന്റി കൾട്ട് കുരിശുയുദ്ധം നടത്തുന്ന മനോഭാവത്തോടെ ഒരു അസിസ്റ്റന്റ് അറ്റോർണി ജനറൽ അയാളുടെ സ്വാധീനത്തിലുള്ള എല്ലാ നിയമപരവും സർക്കാർ തലത്തിലുള്ളതുമായ സൗകര്യങ്ങളും ഉപയോഗിച്ചുകൊണ്ട് പ്രോസിക്യൂഷൻ നടത്തുകയായിരുന്നു. പൗരസ്വാതന്ത്ര്യ വക്താക്കൾ അത്യന്തം അസ്വസ്ഥരാവുകയും ആ എതിർപ്പ് വിജയിക്കുകയില്ലെന്ന് ഉറപ്പു പറയുകയും ചെയ്തെങ്കിലും ആ കേസിന്റെ ആന്തരാർത്ഥ സൂചനകൾ എന്തായാലും ഭയാനകമായിരുന്നു. ആ കേസ് കൃഷ്ണാവബോധ പ്രസ്ഥാനത്തിന് ഒരു ഉത്തമ വിശ്വാസ്യതയുള്ള മതമായി നിലനിൽക്കാനുള്ള അവകാശത്തെയും പ്രായപൂർത്തിയായ ഭക്തന്മാർക്ക് അവരുടെ മാതാപിതാക്കളുടെ ആഗ്രഹത്തിനെതിരായി ഈ പ്രസ്ഥാനത്തിൽ തുടരുന്നതിനുള്ള അവകാശത്തെയും വെല്ലുവിളിക്കുന്നതായിരുന്നു. ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിലെ അംഗങ്ങൾ സ്വേച്ഛാനുസരണം അതിലെ അംഗങ്ങളായിരിക്കുകയാണോ അതോ മനഃശാസ്ത്രപരമായ കുതന്ത്രങ്ങളിലൂടെ മസ്തിഷ്ക പ്രക്ഷാളനത്തിലൂടെ പ്രസ്ഥാനത്തിൽ അടക്കി നിർത്തപ്പെടുകയാണോ ചെയ്യുന്നത് എന്ന കാര്യവും വിവാദ വിഷയമായിരുന്നു. ശ്രീല പ്രഭുപാദർ ഈ കേസിനെപ്പറ്റി ആദ്യമായി കേട്ടപ്പോൾ വൃന്ദാവനത്തിൽ നിന്നുള്ള ഒരു കത്ത് മുഖേന അദ്ദേഹം മറുപടി നൽകി. അത് മായയുടെ ശക്തികൾക്കെതിരെ പോരാടാനുള്ള സമരകാഹളമാണ് എന്ന്. നമ്മുടെ പ്രസ്ഥാനം ഉത്തമ വിശ്വസ്തതയുള്ളതാകണോ എന്ന വിഷയത്തെ സംബന്ധിച്ചിടത്തോളം താഴെ പറയുന്ന വാദങ്ങൾ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഭഗവത്ഗീതയ്ക്ക് വളരെയധികം പതിപ്പുകൾ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ ഗ്രന്ഥങ്ങൾ ബൈബിളിനേക്കാൾ പുരാതനമാണ്. ഇന്ത്യയിൽ ലക്ഷക്കണക്കിന് കൃഷ്ണക്ഷേത്രങ്ങളുണ്ട്. ജഡ്ജിമാരും ജൂറിമാരും നമ്മുടെ പുസ്തകങ്ങൾ വായിക്കുകയും പണ്ഡിതന്മാരുടെയും ഓഫീസർമാരുടെയും അഭിപ്രായം ചോദിച്ചു വാങ്ങുകയും ചെയ്യട്ടെ. രണ്ടാമത്തെ തർക്കവിഷയമായ മാതാപിതാക്കൾക്ക് മക്കളുടെ മേലുള്ള നിയന്ത്രണാധികാരത്തെ സംബന്ധിച്ചിടത്തോളം ഇതാ കുറെ നിർദ്ദേശങ്ങൾ. തങ്ങളുടെ മക്കൾ ഹിപ്പികളാകുന്നത് മാതാപിതാക്കൾക്ക് ഇഷ്ടമാണോ? എന്തുകൊണ്ടാണ് അവർ അത് തടയാത്തത്? തങ്ങളുടെ കുട്ടികൾ വ്യഭിചാരത്തിലും ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗത്തിലും ഭാഗഭാക്കാകുകളാകുന്നത് മാതാപിതാക്കൾ ഇഷ്ടപ്പെടുന്നു. എന്തുകൊണ്ടാണ് അവർ അതും തടയാത്തത്? അവർ ഇപ്പോൾ ഈ പ്രസ്ഥാനത്തിന്റെ ഗൗരവം മനസ്സിലാക്കുകയാണ്. മുമ്പ് അവർ വിചാരിച്ചു ഈ ആളുകൾ വന്നതുപോലെ പൊയ്ക്കൊള്ളുമെന്ന്. എന്നാൽ നാം പോകാതെ തുടരുന്നതായി ഇപ്പോൾ അവർ കാണുന്നു. ഇപ്പോൾ പ്രസ്ഥാനം തീ പോലെ പടർന്നു പിടിച്ചിരിക്കുകയാണ്. അത് തുടർന്ന് നിലനിൽക്കും. അതിനെ തടഞ്ഞു നിർത്താൻ സാധ്യമല്ല. നിങ്ങൾക്ക് വലിയ വലിയ അഗ്നിശമന സേനകളെ കൊണ്ടുവരാം, പക്ഷെ ആ തീ അതിന്റെ പ്രവർത്തനം നടത്തും. നമ്മുടെ മസ്തിഷ്ക പ്രക്ഷാളന ഗ്രന്ഥങ്ങൾ നിലവിലുണ്ട്. അവർ പുറമെ അത് തടഞ്ഞാലും അകമേ അത് തുടരും. നമ്മുടെ ഒന്നാന്തരമായ തീവ്രയത്ന പരിപാടി പുസ്തക വിതരണമാണ്. വീടുകൾ തോറും പോവുകയും യഥാർത്ഥമായ പോരാട്ടം ഇപ്പോഴാണ്. കൃഷ്ണൻ നിങ്ങൾക്ക് എല്ലാ സംരക്ഷണവും നൽകും. അതുകൊണ്ട് ഹരേ കൃഷ്ണ കീർത്തന നടത്തുകയും പോരാട്ടം തുടരുകയും ചെയ്യുക. ബോംബെയിൽ രാമേശ്വര സ്വാമി ഒത്തിരുന്നു കൊണ്ട് പ്രൊഫസർമാരും മതശാസ്ത്ര പണ്ഡിതന്മാരും ഉൾപ്പെട്ട ഒരു സമിതി ന്യൂയോർക്ക് കേസിൽ കൃഷ്ണാവബോധത്തിന് പിന്തുണ നൽകാൻ മുന്നോട്ട് വന്നിട്ടുണ്ടെന്നും ഒട്ടധികം അഭിഭാഷകരും മനഃശാസ്ത്രജ്ഞരും തങ്ങളോട് അനുഭാവമുള്ളവരാണെന്നും പ്രഭുപാദരോട് പറഞ്ഞു. ഭൗതികവാദികൾക്ക് ഏറ്റവും വലിയ ഞെട്ടൽ ഉളവാക്കിയിരിക്കുന്നത് കൃഷ്ണാവബോധ പ്രസ്ഥാനം അവിഹിത ലൈംഗിക ബന്ധങ്ങളെയും മാംസഭക്ഷണത്തെയും ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗത്തെയും ശക്തിയായി എതിർത്തതാണ് എന്ന് പ്രഭുപാദർ വിശദമാക്കി. അവരെ സംബന്ധിച്ചിടത്തോളം ഒരാൾ ഇതൊക്കെ ഉപേക്ഷിക്കുക എന്നത് വലിയ ഞെട്ടലുണ്ടാക്കുന്ന കാര്യമാണ്. അതിനാൽ ഒരു യഥാർത്ഥമായ ആധ്യാത്മിക അനുഭൂതി മൂലമാണ് അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് അംഗീകരിക്കാൻ അവർക്ക് പ്രയാസമായിരുന്നു. ഒരു പഴയ കേസിനെ പരാമർശിച്ചുകൊണ്ട് ശ്രീല പ്രഭുപാദർ പറഞ്ഞു, ആ വൃദ്ധനായ മനുഷ്യൻ ലോസ് ആഞ്ചലസിൽ ഇരുന്നു കൊണ്ട് ഈ ചെറുപ്പക്കാരെ എല്ലാം തനിക്ക് വേണ്ടി പണം സംഭരിക്കാൻ നിയോഗിച്ചിരിക്കുകയാണെന്ന് ജർമ്മനിയിലെ കൂട്ടരും പറഞ്ഞിരുന്നു. എനിക്കെന്തോ ഒരു മനോനിയന്ത്രണ ശക്തി ഉണ്ടെന്നും അങ്ങനെ ഞാൻ ഈ ആളുകളെ നിയോഗിച്ചിരിക്കുകയാണെന്നും അത്രേ അവരുടെ വിചാരം.
അവർ പണം സംഭരിച്ചു തരുന്നു, ഞാൻ സുഖിക്കുന്നു. 1969 പോലും ലോസ് ആഞ്ചലസിലെ ക്ഷേത്രാധികാരികൾ ഏതാനും കാറുകൾ വാങ്ങുകയും അവിടുത്തെ ഭക്തന്മാരുടെ എണ്ണം വർദ്ധിപ്പിക്കുകയും ചെയ്തപ്പോൾ അയൽക്കാർ അസൂയാലുക്കളായ കാര്യം പ്രഭുപാദർ അനുസ്മരിച്ചു. കൃഷ്ണാവബോധ സമൂഹത്തിൽ വന്ന് താമസിക്കാൻ താൻ അവരെ ക്ഷണിച്ചു എന്നും, എന്നാൽ എല്ലായ്പ്പോഴും അവരുടെ മറുപടി ഇല്ല എന്നായിരുന്നുവെന്നും ശ്രീല പ്രഭുപാദർ പറഞ്ഞു. എതിരാളികൾ കൂടുതൽ ഒച്ചപ്പാടുണ്ടാക്കുന്നതോടെ കൃഷ്ണാവബോധം കൂടുതൽ പ്രഖ്യാപിതമായി തീരുമെന്നും അദ്ദേഹം പറഞ്ഞു. ജനങ്ങൾ തന്റെ ശക്തിയുക്തമായ ധർമ്മോപദേശത്തോട് പ്രതികരിക്കുകയാണ് ചെയ്യുന്നതെന്ന് അദ്ദേഹം അവകാശപ്പെട്ടു. അദ്ദേഹം വിശദീകരിക്കുന്നു: എതിർക്കുന്ന കൂട്ടരെ എങ്ങനെയാണ് അഭിമുഖീകരിക്കേണ്ടതെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ. അദ്ദേഹം ഒരു ഉത്തേജിതവും സന്നദ്ധവുമായ മാനസികാവസ്ഥയിലായിരുന്നു. എതിർപ്പിനെ എങ്ങനെയാണ് നേരിട്ട് തോൽപ്പിക്കേണ്ടത് എന്ന് തന്റെ ശിഷ്യർക്ക് കാട്ടിക്കൊടുക്കുന്നതിൽ വളരെ ഉത്സാഹഭരിതനായിരുന്നു അദ്ദേഹം. ചിലപ്പോൾ തന്റെ ആധ്യാത്മിക ഗുരുവിനെ സിംഹഗുരു എന്ന് വിശേഷിപ്പിക്കാറുണ്ടായിരുന്നു. ഇപ്പോൾ അവർ അദ്ദേഹത്തെ അതുപോലെയുള്ള ഒരു സമരോത്സുകമായ അവസ്ഥയിൽ ദർശിച്ചു. എതിർപ്പ് വർദ്ധിക്കുന്നതിനനുസരിച്ച് നമുക്ക് സ്വരക്ഷാ പ്രവർത്തനവും ശക്തിപ്പെടുത്തേണ്ടതുണ്ട്, അദ്ദേഹം സൂചിപ്പിച്ചു. രാമേശ്വരൻ പറഞ്ഞു, മസ്തിഷ്ക പ്രക്ഷാളനത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിത രീതി ഭക്തനെ സ്വന്തമാക്കുകയും ലോകത്തിൽ നിന്ന് വേർപെടുത്തുകയും ചെയ്യാനുള്ള പ്രവണത കാട്ടുന്നു എന്നതാണ് അവരുടെ അവകാശവാദം. പ്രഭുപാദർ പറഞ്ഞു, അത് ശരിയാണ്. ഞങ്ങൾ നിങ്ങളുമായുള്ള സഹവാസം വെറുക്കുന്നു. ഒരു മാന്യനും തെമ്മാടികളുമായി കൂട്ടുകൂടുവാൻ ഇഷ്ടപ്പെടുകയില്ല. കാക്കകൾ അരയന്നങ്ങളോടൊത്ത് ജീവിക്കാൻ ഇഷ്ടപ്പെടുകയില്ലല്ലോ. വെള്ള അരയന്നങ്ങൾ കാക്കകളോടൊപ്പം കഴിയുവാൻ ഇഷ്ടപ്പെടുകയില്ല. അത് പ്രകൃതിയിലെ തന്നെ വിഭജനമാണ്. ഒരേ ഇനം പക്ഷികൾ ഒന്നിച്ചു കൂടുന്നു. രാമേശ്വരൻ, അവരുടെ പക്കൽ 5 or 6 നിർദ്ദേശങ്ങൾ അടങ്ങിയ ഒരു പട്ടികയുണ്ട്. ഈ സാഹചര്യങ്ങൾ മസ്തിഷ്ക പ്രക്ഷാളനം നടത്താൻ ഏറ്റവും യോജിച്ച ഒരു അന്തരീക്ഷമാകുമെന്ന് അവർ പറയുന്നു. നാം നമ്മുടെ അംഗങ്ങളുടെ മേൽ ഈ അവസ്ഥാന്തരങ്ങൾ അടിച്ചേൽപ്പിക്കുന്നതായും അവർ പറയുന്നു. പ്രഭുപാദർ, അതെ, നമ്മൾ തിന്മയിൽ നിന്ന് നന്മയിലേക്ക് മസ്തിഷ്ക പ്രക്ഷാളനം നടത്തുകയാണ്. അതാണ് നമ്മുടെ ജോലി. നാം തലച്ചോറിനെ എല്ലാ കൊള്ളരുതായ്മകളിൽ നിന്നും കഴുകി ശുദ്ധമാക്കുകയാണ്. നിങ്ങളുടെ തലച്ചോറുകൾ എല്ലാത്തരം ചവറുകളും കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. മാംസഭക്ഷണം, അവിഹിതമായ ലൈംഗിക ബന്ധം, ചൂതാട്ടം മുതലായവ. അതിനാൽ ഞങ്ങൾ അവ കഴുകി ശുചിയാക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ മുറികൾ ശുചിയാക്കാറില്ലേ? അത് ചീത്ത കാര്യമാണോ? അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ മുറി കഴുകി നല്ലതുപോലെ ശുചിയാക്കിയാൽ ആരാണ് നിങ്ങളെ കുറ്റപ്പെടുത്തുക? എന്നാൽ നിങ്ങൾ തീരെ നന്ദികെട്ടവരാകയാൽ ഞങ്ങളുടെ മേൽ കുറ്റം ചുമത്തുന്നു. ഞങ്ങൾ തിന്മകളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ അതിനെതിരായി പ്രതിഷേധം പ്രകടിപ്പിക്കുന്നു. ഇതാണ് നിങ്ങളുടെ ബുദ്ധി. എന്നാൽ ബുദ്ധിയുള്ള മനുഷ്യർ മാലിന്യങ്ങൾ കഴുകിക്കളയുകയാണ് ചെയ്യേണ്ടത്. അതാണ് സാംസ്കാരികതയുടെ നിയമം. ശുചീകരണം അതാണ് ഞങ്ങൾ ചെയ്യുന്നത്. വൈദിക സംസ്കാരത്തിന്റെ അളവുകോൽ വെച്ച് നോക്കിയാൽ നിങ്ങൾ അസ്പൃശ്യരാണ്. ഞങ്ങളിപ്പോൾ നിങ്ങളെ സ്പർശിക്കാൻ തയ്യാറായി വന്നിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ തിന്മകളെ കഴുകിക്കളയാൻ ശ്രമിക്കുക. ആദ്യം സ്വയം കഴുകി ശുദ്ധീകരിക്കുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇന്ത്യൻ സംസ്കാരം അനുസരിച്ച് നായ അസ്പൃശ്യനാണ്, എന്നാൽ അവനാണ് നിങ്ങളുടെ ഏറ്റവും നല്ല സ്നേഹിതൻ. അതുകൊണ്ട് നിങ്ങൾ സ്പർശിക്കുവാൻ യോഗ്യരല്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് നിങ്ങളുടെ മസ്തിഷ്കം കഴുകി ശുദ്ധീകരിക്കേണ്ടിയിരിക്കുന്നു. നിങ്ങളുടെ തലച്ചോറ് കഴുകി ശുദ്ധമാക്കാത്ത പക്ഷം നിങ്ങൾക്ക് കൃഷ്ണനെ മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. ഒരു മനുഷ്യനെ മനസ്സിലാക്കാൻ അവന്റെ കൂട്ടുകാരൻ ഏത് തരക്കാരനാണെന്ന് അറിയേണ്ടിയിരിക്കുന്നു. നിങ്ങൾ നായയോടൊപ്പം ഉറങ്ങുന്നു, നായയോടൊപ്പം ഭക്ഷണം കഴിക്കുന്നു. നിങ്ങളുടെ ഏറ്റവും നല്ല സുഹൃത്ത് നായയാണ്. അപ്പോൾ നിങ്ങൾ ആരാണ്? നിങ്ങൾ സ്വയം ശുദ്ധീകരിക്കപ്പെടണം. രാമേശ്വരൻ, പക്ഷെ അവരുടെ വാദം ഇങ്ങനെയാണ്: ഒരുവൻ വിവിധ മേഖലകളിൽ ശാസ്ത്രം, സംഗീതം, സാഹിത്യം തുടങ്ങിയവയിൽ പരിജ്ഞാനം നേടുന്നു എന്നതാണ് അമേരിക്കയിലെ സാധാരണ രീതി. സംസ്കാരത്തിന്റെയും വിദ്യാഭ്യാസത്തിന്റെയും ഈ നിലവാരം യൂറോപ്പിലെ നവോത്ഥാനം എന്ന ആശയത്തിൽ നിന്നും രൂപം കൊണ്ടതാണ്. എന്നാൽ നമ്മുടെ ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിൽ നാം കൃഷ്ണനെ സംബന്ധിക്കുന്ന കൃതികൾ മാത്രം വായിക്കുകയും ചെയ്യും. പ്രഭുപാദർ, ഈ പറഞ്ഞ കാര്യം സംസ്കാരത്തിന്റെ ഭാഗം അല്ല. നിങ്ങൾ മാറുമ്പോൾ അതിനർത്ഥം അത് സംസ്കാരത്തിന്റെ ഭാഗമല്ല എന്നാണ്. അത് മനോധർമ്മം മാത്രമാണ്. ശരിയാണ്, ഞങ്ങൾ നിങ്ങളുടെ ഭോഷത്വങ്ങൾ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അതാണ് ഞങ്ങളുടെ ദൗത്യവും. ബുദ്ധിയുള്ളവരാരോ അവർ രാമേശ്വരൻ, നമ്മുടെ അംഗങ്ങൾ മാന്യന്മാരാണെന്ന് നാം അവകാശപ്പെടുന്നതെങ്കിൽ
എന്തുകൊണ്ടാണ് അവർ വിമാനത്താവളങ്ങളിലും മറ്റും പോയി ഇത്രയേറെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നത് എന്നാണ് അവർ ചോദിക്കുന്നത്. പ്രഭുപാദർ: അവർ ബുദ്ധിമുട്ടിക്കുകയല്ലല്ലോ ചെയ്യുന്നത്, അവർ ബോധവൽക്കരിക്കുകയാണ് ചെയ്യുന്നത്. ഒരു മോഷ്ടാവിനോട് ദയവായി മോഷണം ഉപേക്ഷിക്കുക എന്ന് ഉപദേശിക്കുമ്പോൾ അയാളത് ഒരു ശല്യമായി കണക്കാക്കും. പക്ഷെ അത് നല്ലൊരു ഉപദേശമാണ്. രാമേശ്വരൻ: അവർ പറയുന്നത്